ഫ്രണ്ട് നമ്മൾ ഇന്നൊരു അടിപൊളി മന്തിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായി ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചതച്ച ചെറിയ ഉള്ളി ഇട്ടെടുക്കുന്നുണ്ട്. അതിലോട്ടേക്ക് പച്ചമുളക് ഇട്ടെടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മന്തി മസാല ഇട്ടെടുക്കാം. ചെറിയ ജീരകം പൊടിച്ചിട്ടെടുക്കാം. കാശ്മീരി ചില്ലി ഇട്ടെടുക്കാം. ചിക്കൻ മസാല ഇട്ടെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കാം. 2 മാഗി ക്യൂബ് ഇട്ടെടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാല ചിക്കനിലെത്തുന്ന വിധത്തിൽ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുരുമുളകും കൂടി ചേർത്തെടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണേ. ഈ മന്തി കുറച്ച് സ്പൈസിയാണ്. ഇതിനൊരു വെറൈറ്റി ടേസ്റ്റാണ്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. സർവ്വസുഗന്ധി ലീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ ബേ ലീഫ് ചേർത്തെടുക്കാം. കട്ട് ചെയ്ത സവാള പാനിലോട്ടേക്കിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. സവാള നല്ലതുപോലെ വഴിച്ചെടുക്കണം. നല്ല ഗ്രേവിയോട് കൂടിയുള്ള മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്യാപ്സിക്കം തക്കാളി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ വഴിച്ചെടുക്കണം. അടച്ചുവെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം. മല്ലിയിലയും ചേർത്ത് നന്നായി വഴിച്ചെടുക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ബിരിയാണി അരി ആയാലും മതി. മഞ്ഞൾപ്പൊടി മന്തി മസാലയും ചെറിയ ജീരകവും കുരുമുളകും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പണിയുള്ള പോലെ ഇരിക്കും, പക്ഷേ ഇത് ഈസിയാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇതിലേക്ക് കാശ്മീരി ചില്ലി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് കുക്കറും ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ഏതാണ് കമൻറ്റ് ചെയ്യണേ. നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ടെടുക്കാം. ഉണക്കനാരങ്ങ പിച്ചി കീറി ഇട്ടെടുക്കാം കേട്ടോ. അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അടിയിൽ പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ചിക്കൻ നല്ലതുപോലെ വേവിച്ചെടുക്കണമേ. സാധാരണ മന്തിയിൽ അധികം മസാലയില്ല, പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന മന്തിയിൽ ആവശ്യത്തിന് മസാല ഉണ്ട്. ഇത് ബിരിയാണിയും മന്തിയും മിക്സ് ചെയ്തുള്ള ഒരു ഫ്ലേവറാണ് വരുന്നത്. നമ്മുടെ ചിക്കൻ എല്ലാം സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ച ബസ്മതി റൈസ് ഇട്ടെടുക്കാം. മുഴുവൻ ചോറും ഇട്ട് കൊടുത്തതിന് ശേഷം നടുക്കൊരു ചെറിയ പാത്രം വെച്ചെടുക്കാം. എന്നിട്ട് അതിൽ കത്തിച്ച ചാർക്കോൾ വെച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. അടച്ചു വെച്ച് ദം ചെയ്തെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റായ മന്തി റെഡി ആയിട്ടുണ്ട്.